സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. സെമിക്ക് മുമ്പ് ഇംഗ്ലണ്ട് തന്നെ മുൻ വിംഗ് ബാക്കായ ആഷ്ലി കോൾ പറയുന്നുണ്ട് ഞങ്ങൾ ലയണൽ മെസ്സിയെ ഉറക്കി കിടത്തുമെന്ന്. പല ടീമുകളും ശ്രമിച്ച കാര്യമാണ്, അത് നടപ്പായിട്ടുണ്ടോ എന്നതിൽ സംശയമുണ്ട്. നീയൊന്നും കാണാത്ത നിനക്കൊന്നും അറിയാത്ത മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. മെസ്സി എവിടെയെന്ന് പലപ്പോഴും ഒപ്പം കളികൊണ്ടിരുന്നവർ ചോദിക്കുന്ന ഒരു കാര്യം നമ്മൾ എത്ര തവണ പറഞ്ഞു. അപ്പോൾ മെസ്സി എവിടെ എന്നാ പലരും ചോദിക്കുന്നത് കണ്ട്. മെസ്സി എവിടെ എന്നുള്ളത് അവസാനം സ്കോർ കോഡിലുണ്ട്. അർജന്റീനയുടെ മെന്റാലിറ്റി, ചാമ്പ്യൻ മെന്റാലിറ്റി, അത് മറികടക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. മെസ്സി ഒന്ന് വീഴുമ്പോഴേക്കും ആ ടീമിലെ കളിക്കാർ മൊത്തം ഒന്നിച്ചു വന്ന ഇംഗ്ലണ്ട് പ്ലേയേഴ്സിനെതിരെ നിൽക്കുന്ന ഒരു കാഴ്ച, അത് തന്നെയാണ് ശരിക്കും അർജന്റീനയുടെ വിജയത്തിന് കാരണം. യമാലിന്റെ അച്ഛനേക്കാൾ പ്രായമുള്ള മെസ്സി ഏത് രീതിയിലായിരിക്കും അവിടെ അവർക്കെതിരെ കളിക്കുക പറഞ്ഞ ഉപമയില്ലേ, സിനിമയിൽ ഉപമ തന്നെ ഉപയോഗിക്കാം. മൈക്കിളപ്പനും അർജന്റീന ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സ്പെയിനിന്റെ ടോട്ടൽ ഫുട്ബോളിനേക്കാളും അർജന്റീന ഫാൻസ് സ്പെയിനിന്റെ സപ്പോർട്ട് ചെയ്തു. നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. അർജന്റീന എന്ന ലോക ചാമ്പ്യന്മാരായ ടീമിൽ എന്തെങ്കിലും തരത്തിൽ അവിശ്വാസം ഇപ്പോഴും ബാക്കിയുള്ളവർക്ക് ഇന്നലത്തോടുകൂടി ലോകകപ്പ് അവസാനിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിനെതിരായ വിജയം അത് അടിവര ചാർത്തുന്ന ഒരു കാര്യമായി തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം 85 മിനിറ്റ് വരെ പിന്നിൽ നിന്ന ശേഷം ഒരിക്കൽ കൂടി അർജന്റീന തിരികെ വരുന്നു, മത്സരം ജയിക്കുന്നു, ഫൈനലിലേക്ക് കിടക്കുന്നു. ലോകകപ്പിൽ ഒരു ഫൈനലിസമാണ് നടക്കാൻ പോവുകയാണ്. യൂറോപ്പിൻ്റെയും ലാറ്റിൻ അമേരിക്കയുടെയും പോരാട്ടം സ്പെയിൻ വേഴ്സസ് അർജന്റീന എന്നുള്ളതാണ്. മറക്കാനാകാത്ത ഒരു മത്സരമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. എനിക്കൊപ്പം ജയേഷ് പൂക്കോട്ടുണ്ട്, ഒപ്പം MSKയും ചേരുകയാണ്. ജയേഷ്, ഇന്നലത്തെ കളിയെ ഏറ്റവും ലളിതമായി വിശകലനം ചെയ്യുകയാണെങ്കിൽ 90 മിനിറ്റ് അല്ലെങ്കിൽ 120 മിനിറ്റ് നേരം ഒരു ഫുട്ബോൾ ഗെയിം നടക്കുന്നു. ചിലതൊക്കെ അവിടെ സംഭവിക്കുന്നു. ഏറ്റവും ഒടുവിൽ അർജന്റീന ജയിക്കുന്നു. ഇതാണ് കഴിഞ്ഞ 4-5 മത്സരങ്ങളായി കാണാൻ കഴിയുന്നൊരു കാഴ്ച എന്ന് പറയുന്നത്. ഇന്നലത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിഗംഭീരമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ അർജന്റീനയുടെ ഭാഗത്ത് നമ്മൾ കാണുന്നു. സ്കലോണി എന്ന അതിശയിപ്പിക്കുന്ന പരിശീലകനെ നമ്മൾ ഒരിക്കൽ കൂടി കാണുന്നു. അദ്ദേഹം വരുത്തുന്ന മാറ്റങ്ങൾ, രണ്ടാം പകുതിയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, ഡിഫൻസിൽ നിന്ന് അറ്റാക്കിംഗ് മോഡിലേക്ക് മാറുന്ന അർജന്റീന. അർജന്റീന ഒരിക്കലും ഒരു ഗോളിൻ്റെ വ്യത്യാസത്തിൽ ഭയപ്പെടുന്നില്ല. അവരുടെ ശരീരഭാഷയിൽ പോലും അത് പ്രകടമാകുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അവർ അറ്റാക്ക് മോഡിൽ നിന്ന് ഡിഫൻസിലേക്ക് വലിഞ്ഞത് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പിഴവ്. ഇതാണ് എന്നെ സംബന്ധിച്ച് ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത്. ഒപ്പം അരൂപിയായിട്ടുള്ള ആ മാന്ത്രികൻ്റെ സാക്ഷാൽ ലയണൽ മെസ്സിയുടെ സാന്നിധ്യം. സ്കോർ കാർഡിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടാകില്ല, പക്ഷേ അദ്ദേഹം നിറഞ്ഞു നിന്ന ഒരു മത്സരമായിരുന്നു ഇന്നത്തേത്. അർജന്റീന ഒരിക്കൽ കൂടി ഫൈനൽ കണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഒറ്റ മത്സരം അകലെയാണ് ആ ലോകകപ്പ് അവരുടെ ഷെൽഫിൽ തന്നെ സൂക്ഷിക്കാൻ. അതായതൊരു വിശ്വാസികൾ ഒരിക്കൽ കൂടി ക്ഷമിക്കുകയായി ദൈവസാന്നിധ്യം എന്നൊക്കെ നമ്മൾ പറയുന്നൊരു സാധനമുണ്ട്. ശരിക്കും അത് ലയണൽ മെസ്സിയിലുണ്ട്. ലയണൽ മെസ്സി അത് ടീമിലെ താരങ്ങൾക്ക് അത് ഓരോരുത്തർക്കായിട്ട് വിഭജിച്ച് കൊടുക്കുന്നുണ്ട്. തനിക്ക് കിട്ടിയൊരു അനുഗ്രഹം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സെമിക്ക് മുമ്പ് ഇംഗ്ലണ്ട് തന്നെ മുൻ വിംഗ് ബാക്കായ ആഷ്ലി കോൾ പറയുന്നുണ്ട് ഞങ്ങൾ ലയണൽ മെസ്സിയെ ഉറക്കി കിടത്തുമെന്ന്. അപ്പോൾ നമ്മുടെ സാധാരണ MSK സിനിമ റെഫറൻസ് പറയാറ് ഭീഷ്മപർവ്വം എന്ന സിനിമയ്ക്കകത്തുണ്ട് നീയൊന്നും കാണാത്ത നിനക്കൊന്നും അറിയാത്ത മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. കൊച്ചേരി തറവാട്ടിൽ കയറി അടുത്ത തലമുറയുടെ തലയർത്ത് കുച്ചിക്കായലിട്ട മൈക്കിളിൻ്റെ കഥ. അപ്പോൾ നമ്മൾ എൽ ക്ലാസിക്കോ ഇതൊക്കെ കാണുന്നതാണ്. അതിനകത്ത് ലിറ്ററലി ചോര ചിന്തിയിട്ട് ഫൗള് ഇതൊക്കെ ഇട്ട് മുഖത്തൊക്കെ ചോരയൊക്കെ വന്ന് ഗോളടിച്ച കുട്ടി ജേഴ്സി ഊരി സെലിബ്രേറ്റ് ചെയ്യുന്ന മെസ്സിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രൈം മെസ്സിയെ. ഇപ്പം അദ്ദേഹത്തിൻ്റെ പ്രൈം അല്ല, അത് അല്ല എന്ന് പറയുന്നത് പ്രായം കൊണ്ട് മാത്രം, അക്കത്തിൽ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ തലച്ചോറ് കൊണ്ടും, അതായത് ഫുട്ബോൾ ഐക്യൂലും അദ്ദേഹത്തിൻ്റെ കാലിലും ഇപ്പോഴും പ്രൈം തന്നെയാണ്. ഇപ്പോഴും ഒരു 2025 മെസ്സി എന്താണോ കളിച്ചത് അതേ രീതിയിൽ തന്നെയാണ് കളിച്ചത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ഇന്നലത്തെ രണ്ടാമത്തെ ഗോള്. അതായത് രണ്ട് വിങ്ങർ, ഡിഫൻഡർ ഒരു വിങ്ങറും മെസ്സിയുടെ കൂടെയുണ്ട്. മെസ്സി ഒന്ന് പതുക്കുന്നൊരു ആട്ടിയായിട്ടൊരു വലിച്ച് അദ്ദേഹത്തിന്റെ വിഗ് ഫുട്ട് എന്ന് പറയപ്പെടുന്ന റൈറ്റ് ഫുട്ടിലാണ് ആ ക്രോസ് പോകുന്നത്. അതും പെർഫെക്റ്റ് ക്രോസ് ആണ്. അത് അത്തരത്തിലുള്ള മെസ്സി വേൾഡ് കപ്പിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഒരുപാടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വേൾഡ് കപ്പിൽ തന്നെ ക്രൊയേഷ്യക്കെതിരെ അദ്ദേഹം ഒരു ജോസ് ഗാഡിയലിനാണ് തോന്നുന്നു ഓടിത്തോൽപ്പിച്ച് അദ്ദേഹം ഒരു പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മനക്കണ്ണിൽ കാണും, അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തിന്റെ പ്ലേയേഴ്സ് എത്തുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ സംഭവിച്ചു. ലൗത്താരോയുടെ ഗംഭീര ഫിനിഷ് ആയിരുന്നു, ഗംഭീര പൊസിഷനിങ് ആയിരുന്നു, ഗംഭീര ഫിനിഷിംഗ് ആയിരുന്നു അത്. പക്ഷേ ലൗത്താരോയിലേക്ക് എത്തുന്നില്ല. ലൗത്താരോയുടെ ഫ്രണ്ടിലൊരു 3 പ്ലെയർ ഉണ്ട്, പുറകിലൊരു പ്ലെയർ ഉണ്ട്. ലോബ് ചെയ്ത് കറക്റ്റ് അദ്ദേഹത്തിലേക്ക് തന്നെ
ഊർന്നിറങ്ങുമെന്ന് നമ്മൾ പറയും മലയാളത്തിൽ. കൃത്യമായിട്ട് ഊർന്നിറങ്ങി അത് ലൗതാരയിലേക്ക്. പെർഫെക്റ്റ് വെയിറ്റ് ആയിരുന്നു, പെർഫെക്റ്റ് ബോളായിരുന്നു അത്. അപ്പോൾ അത്തരത്തിൽ മെസ്സിക്ക് പലതും ഇപ്പോഴും സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അർജന്റീനയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇനി അനുപേട്ടൻ പറഞ്ഞ പോയിന്റിലേക്ക്, അതായത് 2 മാസ്റ്റർ ടാക്ടീഷ്യൻസ് ഉണ്ട് മത്സരം കൂടിയാണല്ലോ. തോമസ് തുഷലായാലും ലയണൽ സ്കലോണി ആയാലും. സ്കലോണി ഇതുവരെ ഈ വേൾഡ് കപ്പിൽ ഇതുവരെ ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ പലപ്പോഴും ആ ഒരു ചാമ്പ്യൻ മെന്റാലിറ്റിയുടെ പുറത്ത് മെസ്സിക്ക് വേണ്ടി ഞങ്ങൾ ജയിക്കുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു അർജന്റീനയുടെ പല മത്സരങ്ങളും. പക്ഷേ ഇന്നലത്തേത് ആ ആറ്റിറ്റ്യൂഡിനൊപ്പം, ചാമ്പ്യൻ മെന്റാലിറ്റിക്കൊപ്പം തന്നെ ഇന്നലെ സ്കലോണിയുടെ ടാക്ടിക്സ് കൃത്യമായിരുന്നു. ഇന്നലെ എല്ലാം പാളിപ്പോയത് തോമസ് തുഷേലുമായിരുന്നു. കാരണം ഒരു 55 മിനിറ്റിൽ അവർക്ക് ഒരു ഗോൾ വരുന്നുണ്ട്. ആ ഗോളിൻ്റെ ഒരു ക്വസ്റ്റൻ അവർക്ക് കിട്ടുന്നുണ്ട്. അത് നല്ല ഗംഭീര ഗോളായിരുന്നു. ആന്റണി ഗോർഡന്റെ അദ്ദേഹത്തിന്റെ പെർഫെക്റ്റ് പൊസിഷൻ ആയിരുന്നു. നല്ലൊരു ടാപ്പിൻ എന്ന് പറയപ്പെടുമെങ്കിലും പക്ഷെ ഒരു ഗംഭീരമായൊരു ഗോളിലായിരുന്നു അത് ലീഡ് എടുത്തത്. പിന്നെ പക്ഷേ സാധാരണ മുൻപത്തെ ടൂർണമെന്റുകളിൽ ആയാലും എല്ലാം ഗോളടിക്കുമ്പോൾ അർജന്റീനയ്ക്കെതിരെ ഗോളടിക്കുമ്പോൾ തൊട്ടടുത്ത ഷോട്ട് പോകുന്നത് ലയണൽ മെസ്സിയുടെ ക്ലോസ് ആയിരിക്കും. അദ്ദേഹം തല താഴ്ത്തി നിൽക്കായിരിക്കും. പക്ഷെ കൂളാണ് ഇത്തവണയൊക്കെ മെസ്സി കൂളാണ്. കാരണം നിങ്ങളും 2-3 അടിച്ചു, 50 മിനിറ്റിന് ശേഷമുള്ള ഒരു 10 മിനിറ്റ് മതി ഞങ്ങൾക്ക് എന്നൊരു ശരീരഭാഷ അർജന്റീനയുടെ എല്ലാ താരങ്ങൾക്കുമുണ്ട്. അത് തന്നെ സംഭവിച്ചു. 85 മിനിറ്റിലാണ് ആദ്യത്തെ ഗോൾ പിറക്കുന്നത്. അത് എൻസോ നിരന്തരം പിക്ഫോർഡിനെ പരീക്ഷിക്കുന്നുണ്ട്. അതായത് ലിറ്ററലി ഒരു ബസ് പാർക്കിംഗ് ആണ് ചെയ്തത്. ഒരു ഗോൾ നേടിയ ശേഷം കംപ്ലീറ്റ്ലി ഡിഫൻസിലേക്ക് പോയി എന്നുള്ളതാണ് തോമസ് തുഷേൽ ചെയ്ത തെറ്റ്. അപ്പോൾ അദ്ദേഹം കുറഞ്ഞ പക്ഷം അർജന്റീനയുടെ, നമുക്കറിയാം ഓരോ പ്രധാനപ്പെട്ട മാച്ചുകൾക്ക് മുമ്പ്, അപ്രധാന മാച്ചുകൾക്ക് മുമ്പാണെങ്കിലും എതിരാളികളെ നമ്മൾ ഉറപ്പായിട്ടും പഠിക്കും. നമ്മുടെ നാടൻ ടൂർണമെന്റിൽ വരെ, ലോക്കൽ സെവൻസിൽ വരെ ഇതൊക്കെ നോക്കുന്നതാണ്. ഉറപ്പായിട്ടും ഇന്റർനാഷണൽ മാച്ചിൽ ഓരോ പ്ലെയറും കീറി മുറിച്ച് അവരുടെ പൊസിഷനിങ്, അവരുടെ ഏത് രീതിയിലായിരിക്കും അവർ സ്വിച്ച് ഓവർ ചെയ്യാന്നൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു കുറഞ്ഞ പക്ഷം അർജന്റീനയുടെ അവസാന 3 നോക്കൗട്ട് മത്സരങ്ങളിൽ, കേപ്പ് ഈജിപ്ത് ആയിക്കോട്ടെ സ്വിറ്റ്സർലൻഡ് ആയിക്കോട്ടെ, ഈ 3 മത്സരം കണ്ട ഒരാളെങ്കിലും ഒരു ഗോളിന്റെ ലീഡിന്റെ പുറത്ത് കംപ്ലീറ്റ് ബസ് പാർക്കിങ്ങിലേക്ക് പോകുമോ? ഇല്ല. അതും തോമസ് തുഷേലിനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയ, ഇത്രയും വിജയങ്ങളുള്ള ഒരു പരിശീലകൻ ഈ വിധം ബസ് പാർക്കിങ്ങിലേക്ക് പോയി എന്നുള്ളത് അതിശയപ്പെടുന്ന കാഴ്ചയാണ്. പ്രത്യേകിച്ച് നല്ല സ്ട്രൈക്കേഴ്സും നല്ല വിങ്ങേഴ്സും ഒക്കെ ഉണ്ടായിട്ട് പോലും. ഒപ്പം അദ്ദേഹം വരുത്തിയ മണ്ടത്തരങ്ങളും, സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുത്തിയ മണ്ടത്തരങ്ങളും വലിയ നിർണായകമായി. പ്രത്യേകിച്ച് ഡെക്കാൻ റൈസിനെ പോലെ ഒരു സെറ്റ് പീസ് വിദഗ്ധനെ, നന്നായിട്ട് മധ്യനിരയിൽ ഓടി കളിക്കുന്ന, ഡിഫൻസിന് നന്നായിട്ട് സഹായിച്ച ഡെക്കാൻ റൈസിനെ പോലെയുള്ള താരങ്ങൾ അദ്ദേഹം പിൻവലിച്ചു. മാത്രമല്ല റാഷ്ഫോർഡ് അടക്കമുള്ള താരങ്ങൾ വരുന്നത് 95 മിനിറ്റിലാണ്. ഈ ടൂർണമെന്റിൽ അത്ര പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുത്തില്ലെങ്കിലും ഒരു ക്രൂഷ്യൽ ഗെയിമിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നേരത്തെ അദ്ദേഹത്തിനെ ഇറക്കാനാണ് ഉദ്ദേശമെങ്കിൽ ബുക്കായ് സാക്കയെ പോലെയുള്ള താരങ്ങൾ നമ്മൾ കണ്ണിൽ കണ്ടിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ടാക്ടിക്കൽ ബ്ലണ്ടറുകൾ അപ്പുറത്ത് തുഷേൽ വരുത്തുമ്പോൾ സ്കലോണി നോക്കൂ, അദ്ദേഹം ആദ്യം ലിയാനോഡോ പാരഡിസിനെ പിൻവലിച്ച് നിക്കോയെ കൊണ്ടുവരുന്നു. പിന്നീട് അദ്ദേഹം വരുത്തുന്നത് അവസാന നിമിഷം ടാഗ്ലിയാഫിക്കോനെ വലിച്ച് ലൗതാരോ മാർട്ടിനസിനെ കൊണ്ടുവരുന്നു. ഒരു വിങ് ബാക്കിനെ വലിച്ചിട്ടാണ് ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരുന്നത്. അത് ഭയങ്കര അത്ഭുതം. കാരണം അപ്പോൾ സ്കോർ 1-1 എന്നുള്ള നിലയിലാണ്. എൻസോ ഒരു നിരന്തരം ലോങ് റേഞ്ചറുകൾ അടിച്ചുകൊണ്ട് പിന്നീട് ആ ഗോളിയെ പരീക്ഷിച്ച് അവസാനം അദ്ദേഹം ഒരു ഗോൾ സമനില ഗോൾ നേടുന്നു. പിന്നീടാണ് ലൗതാരോയുടെ ഒരു വിന്നിംഗ് ഗോൾ വരുന്നത്. ലൗതാരോ നോക്കൂ, ഏറ്റവും കൂടുതൽ പഴി കേട്ടുകൊണ്ടിരിക്കുന്ന താരങ്ങളിൽ ഒരാളായിരിക്കും ലൗതാരോ. അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുന്നുള്ളൂ. പക്ഷേ അർജന്റീനയുടെ കഴിഞ്ഞ 2 നോക്കൗട്ട് മത്സരത്തിലും, സെമി ഉൾപ്പെടെ 2 നോക്കൗട്ട് മത്സരത്തിലും വിന്നിംഗ് ഗോൾ, ക്രൂഷ്യൽ ഗോൾ നേടിയിട്ടുള്ളത് ലൗതാരോയാണ്. അത് തീർച്ചയായിട്ടും അവർക്ക് നൽകുന്നൊരു വലിയ പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ, ഈ ടൂർണമെന്റിലുടനീളം നമ്മൾ പറഞ്ഞ പോലെ, അർജന്റീനയുടെ മെന്റാലിറ്റി, ചാമ്പ്യൻ മെന്റാലിറ്റി, അത് മറികടക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ഒപ്പം സ്കലോണി നിർണായക സമയങ്ങളിൽ വരുത്തിയപ്പോൾ ഈ മത്സരത്തിൽ തന്നെ തുടക്കത്തിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു ഇംഗ്ലണ്ടിനെതിരെ കുറെ കൂടി ഫിസിക്കലായിട്ടുള്ള ഒരു പ്ലെയറെ കൊണ്ടുവരുന്ന നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു. സിമിയോണിയെ കൃത്യമായി കൊണ്ടുവന്നു. ഡീപോളിനെയാണ് പിൻവലിക്കുന്നത്. ഡീപോള് പഴയ പോലെ ഒരു വേഗത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ത്രൂ ഔട്ട് 90 മിനിറ്റ് ഒന്നും കളിക്കാനുള്ള ഒരു ആരോഗ്യം അദ്ദേഹത്തിന് ഇല്ലാന്ന് തോന്നുന്നു ഈ കളി കാണുമ്പോൾ. അപ്പോൾ അതായത് ഇംഗ്ലണ്ട് കുറെ കൂടി ഗംഭീരമായി കളിക്കും. പ്രത്യേകിച്ച് ബെല്ലിംഗാമിന്റെ വഴി അടയ്ക്കണം എന്നൊക്കെ ഉള്ളത് കൊണ്ട് സിമിയോണി ഇറക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഫസ്റ്റ് തുടക്കത്തിലൊരു 10-30 മിനിറ്റ് നല്ല ഫൈറ്റാണ് നമ്മൾ കാണുന്നത്. അത് ലിറ്ററലി ശരിക്കും ഇടിയും കുത്തും തന്നെയാണ് നമ്മൾ കാണുന്നത്. 26 ഫൗളുകളാണ് ഈ മത്സരത്തിൽ പറയുന്നത്. ആദ്യ പകുതിയിൽ മാത്രം 19 വന്നു. രണ്ടാം പകുതിയിൽ കുറെ കൂടി ഡിഫൻസീവ് ഇംഗ്ലണ്ട് കളിച്ചപ്പോൾ അർജന്റീനയ്ക്ക് ഒരു 75% മൈതാനമുണ്ട്, ഗ്രൗണ്ടുണ്ട്. ആ സ്പേസിലാണ് അവർ കൃത്യമായി കയറി കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫൗള് കുറയുകയാണ് അവിടെ.
അപ്പോൾ അത്തരത്തിൽ എല്ലാ മേഖലയും പിടിച്ചു നിന്നുകൊണ്ട് അർജന്റീന പിടിച്ചു വാങ്ങിച്ചൊരു വിജയം തന്നെയാണിത്. എന്തായാലും നമുക്ക് ഞായറാഴ്ച ഒരു ക്ലാസിക് ഫൈനൽ കാണാം. MSK, ഈ ജയേഷ് സിനിമാ പ്രേമിയാണ്, നിങ്ങൾ ഭയങ്കര സിനിമാ പ്രേമിയാണ്, ഞാനും സിനിമ കാണുന്നതാണ്. അപ്പോൾ ഇന്നലത്തെ ഫൈനൽ കാണുമ്പോൾ, ക്ഷമിക്കണം, സെമി ഫൈനൽ കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വരത്തൻ എന്ന സിനിമയെ പറ്റിയിട്ടാണ്. വരത്തൻ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം വേണമെങ്കിൽ മോളിലൊന്ന് കറങ്ങിയിട്ട് അവസാനത്തെ 15 മിനിറ്റ് വന്ന് ആ പടം കണ്ടാലും നിങ്ങൾക്ക് വർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഇന്നലത്തെ മത്സരം ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു. അല്ലെങ്കിൽ ഇന്നലത്തെ മത്സരം എന്നല്ല, അർജന്റീനയുടെ ഒരു 3-4 മത്സരങ്ങൾ ഞാൻ നോക്കുമ്പോൾ അതാണ്. അവസാനത്തെ 15 മിനിറ്റിൽ അവർ ഗെയിം മാറ്റുന്നു എന്നുള്ളതാണ്. ഏറ്റവും സമ്മർദ്ദത്തിൽ നിന്നുകൊണ്ട് ഒരു ഗോൾ എന്നത് അർജന്റീനയ്ക്കെതിരെ ഒരു സുരക്ഷിതമല്ലാത്തൊരു അവസ്ഥയിൽ ഇംഗ്ലണ്ട് ഇന്നലെ എന്തിനായിരിക്കണം അങ്ങനെ ഒരു ഡിഫൻസീവ് ഗെയിം കളിച്ചതെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇനി രണ്ടാമതൊരു കാര്യം, ടുഷേൽ എന്ന് പറയുന്ന പരിശീലകൻ തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനോട് ചോദിക്കും, നിങ്ങൾ മെസ്സിയെ പൂട്ടുമോ എന്ന് അവതാരകൻ ചോദിക്കുന്ന ഒരു ഘട്ടത്തിൽ എനിക്ക് ടുഷേലിനോട് ബഹുമാനം തോന്നിയൊരു കാര്യം അതാണ്. അദ്ദേഹം ആഷ്ലി കോളിനെ പോലെയല്ല, അദ്ദേഹത്തിന് പക്വതയോടുകൂടിയുള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. അതായത് പല ടീമുകളും ശ്രമിച്ച കാര്യമാണ്, അത് നടപ്പായിട്ടുണ്ടോ എന്നതിൽ സംശയമുണ്ട്, ഞങ്ങൾ പരമാവധി ശ്രമിക്കും എന്നാണ്, മാൻ മാർക്കിംഗ് ചെയ്യുമെന്നാണ് ഉദ്ദേശിച്ചത്. അത് ഏകദേശം ശരിയായിരുന്നു എന്ന് നമുക്ക് ആദ്യത്തെ ഒരു 30 മിനിറ്റ് തോന്നി. കാരണം മെസ്സി എവിടെയെന്ന് പലപ്പോഴും ഒപ്പം കളിക്കൊണ്ടിരുന്നവർ ചോദിക്കുന്ന ഒരു കാര്യം നമ്മൾ അപ്പോൾ മെസ്സി എവിടെയെന്നാ പലരും ചോദിക്കുന്ന കണ്ട്. മെസ്സി എവിടെയെന്നുള്ളത് അവസാനം സ്കോർ കോഡിലുണ്ട്. തീർച്ചയായിട്ടും മെസ്സിയെ ഇംഗ്ലണ്ട് വില കുറച്ച് കണ്ടോ? അതൊരു ചോദ്യമാണ് പ്രധാനപ്പെട്ട. മെസ്സിയെ വില കുറച്ച് കണ്ടതല്ല, മെസ്സിയെ അതായത് നമ്മൾ ഇന്നലെ തന്നെ ഒരു നിമിഷത്ത് കണ്ടു, മെസ്സിയെ ഫൗള് ചെയ്തപ്പോൾ അർജന്റീനൻ ടീം മൊത്തം അതിനെ എല്ലാവരും കൂടി അതൊരു കാഴ്ചയായിരുന്നു. കാരണം മെസ്സി ഒന്ന് വീഴുമ്പോഴേക്കും ആ ടീമിലെ കളിക്കാർ മൊത്തം ഒന്നിച്ചു വന്ന ഇംഗ്ലണ്ട് പ്ലേയേഴ്സിനെതിരെ നിൽക്കുന്ന ഒരു കാഴ്ച, അത് തന്നെയാണ് ശരിക്കും അർജന്റീനയുടെ വിജയത്തിന് കാരണം. അതായത് മെസ്സിക്ക് പിന്നിൽ അവർക്ക് അവർ തന്നെ നേരത്തെ ജയേഷ് പറഞ്ഞതുപോലെ മെസ്സിക്ക് വേണ്ടി അവർക്കൊരു മിഷൻ ഉണ്ട്. അർജന്റീന കൃത്യമായിട്ടൊരു മിഷനുണ്ട്, ഞങ്ങൾ മെസ്സിക്ക് വേണ്ടി ലോകകപ്പ് നേടുന്നുള്ളത്. പക്ഷേ ഇംഗ്ലണ്ടിന് അത് ഉണ്ടായിരുന്നില്ല, അവർക്ക് കൃത്യമായിട്ടൊരു മിഷൻ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷൻ ഉണ്ടായിരുന്നില്ല. വിഷൻ ഒരുപക്ഷെ എതിരാളികളെ കുറിച്ച് അധികം ഭയന്നോ എന്നൊരു സംശയമുണ്ട്. കാരണം ഒരു ഗോൾ നേടിയതിനു ശേഷം ആ ഗോളിൽ തൂങ്ങാം എന്നുള്ള ഒരു രീതി ഇംഗ്ലണ്ട് കാണിച്ചു. ഈ അർജന്റീന പോലത്തെ ഒരു ടീമിനെതിരെ പിന്നീട് ആ ഗോൾ അടിച്ചതിന് ശേഷം ഇവർ മൊത്തം ഡിഫൻസിലേക്ക് പോകുന്നു, ലോ ഡിഫൻസിലേക്ക് പോകുന്നു, ഒരു ബസ് പാർക്കിംഗ് എന്ന രീതിയിലേക്ക് പോകുന്നു. അർജന്റീന പോലത്തെ ഒരു ടീമിനെതിരെയാണ് അങ്ങനെ ഒരു ഡിഫൻസ് എന്ന് ആലോചിക്കണം. കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലെയറായ മെസ്സി അവിടെ ഉണ്ട്. പിന്നെ ബാക്കി എല്ലാവരും ഉള്ള സമയത്ത് ഏതെങ്കിലും ഒരു നിമിഷം കിട്ടുകയാണെങ്കിൽ ഈ അർജന്റീനൻ ടീം ഇങ്ങനെ തന്നെ കളിക്കുമെന്നും ഏതെങ്കിലും തരത്തിൽ ഗോൾ നേടുമെന്നൊക്കെ നമുക്കറിയാം. പിന്നെ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം, ഫുട്ബോളല്ല, ഏത് കായിക ഇനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ അവസാന നിമിഷം ഏറ്റവും പ്രധാനമാണ്. ക്രിക്കറ്റിലാണെങ്കിൽ അവസാന പന്തെറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് മത്സരം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. ഫുട്ബോളിലാണെങ്കിൽ അവസാന വിസിൽ മുഴങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്കത് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം 66 ശേഷം വീണ്ടും അവർ ഒരു ലോകകപ്പ് സ്വപ്നം കണ്ട് നിൽക്കുകയാണ്. 60 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവർ വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം, അങ്ങനെ കുറേ തീയതികളും അങ്ങനത്തെ കുറേ കണക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി അവസാന നിമിഷങ്ങളിൽ എന്ത് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം, ജയത്തിനും മറ്റുമൊക്കെ ഏറ്റവും പ്രധാനം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇതേ സമയത്ത് തന്നെ ഈ മെസ്സിയുടെ മാന്ത്രികത ആവർത്തിക്കുന്ന സമയത്ത് തന്നെ, അർജന്റീന മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സമയത്ത് തന്നെ സോമർസെറ്റും അതുപോലെ യോർക്ക്ഷയറും തമ്മിൽ ഇന്നൊരു കൗണ്ടി മത്സരം ഉണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് 5 ഓവറിൽ ജയിക്കാൻ 76 റൺസ് വേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു സോമർസെറ്റിന്. അവർക്ക് 8 വിക്കറ്റ് പോയൊരു സമയമാണ്. അപ്പോൾ എന്തായാലും അവർ തോക്കും, 2 വിക്കറ്റ് മാത്രമേ ഉള്ളൂ. ആ ഒരു ഘട്ടത്തിൽ ഓബേർട്ടൺ എന്നൊരു പ്ലെയർ, നമുക്കറിയാം ഇംഗ്ലണ്ടിൻ്റെ പ്ലെയറാണ്, ഓബേർട്ടൺ അവസാനം ഇറങ്ങി അടിച്ച് ഒരു മാന്ത്രിക അല്ലെങ്കിൽ ഒരു മാജിക്കൽ വിജയം അവിടെ കരസ്ഥമാക്കി. അതേ സമയത്ത് തന്നെ അതായത് ഒരു കളി തോക്കുമെന്ന ഘട്ടത്തിൽ നിൽക്കുന്ന സോമർസെറ്റ് അവസാനം ഇറങ്ങിയ 2 കളിക്കാരുടെ പുറത്ത് അവർ വിജയിക്കുന്നു. അതേപോലെ തന്നെ ഈ 75 മിനിറ്റിന് ശേഷമുള്ള മെസ്സിയുടെ പ്രകടനം, അർജന്റീനയുടെ പ്രകടനം, അതൊരു മാന്ത്രികത തന്നെയാണ്. അപ്പോൾ എല്ലാ രീതിയിലും നോക്കുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ തുഷേലിന് ഈ ഇംഗ്ലണ്ട് ടീമിനുള്ളിൽ തന്നെ ഭിന്നതകളാണെന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. ബെല്ലിംഗ്ഹാമും അതുപോലെ തുഷേലും തമ്മിലുള്ള ഫൈറ്റ്, അവർ തമ്മിലുള്ള വാക്പോരുകളും അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചർച്ചയായിരുന്നു. സംതൃപ്തനല്ല എന്ന് പറയുമ്പോൾ വെല്ലിംഗ്ടൺ ആ രീതിയിലൊക്കെ മറുപടി കൊടുത്തു. ആ രീതിയിലൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. ഈ ഫൈനലിന് മുമ്പ് ഹാരി കെയ്നൊക്കെ അത് അങ്ങനെ പ്രശ്നമില്ല, അങ്ങനെ ഒരു ഇതില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു പ്രശ്നം കാർപ്പറ്റിന്റെ അടിയിലേക്ക് മൂടുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇംഗ്ലണ്ട് ടീമിന് ഉണ്ടാവാതിരുന്നത് ഒരു മിഷനായിരുന്നു. അവർക്ക് എല്ലാം സെറ്റായിരുന്നു. പക്ഷേ താരങ്ങളെ എടുത്തു നോക്കുമ്പോഴും, മാൻ ടു മാൻ താരങ്ങളെ എടുത്തു നോക്കുമ്പോഴൊക്കെ ഇംഗ്ലണ്ടാണ് എത്രയോ മികച്ച താരങ്ങൾ. ഈ അർജന്റീനൻ താരങ്ങളെക്കാൾ എത്രയോ റെക്കോർഡുകളും മറ്റുമൊക്കെ ഉള്ള താരങ്ങൾ
ഇംഗ്ലണ്ടിനായിരുന്നു ഉണ്ടായിരുന്നു. റാഷ്ഫോർഡ് ഇറങ്ങിയത് 85 മിനിറ്റ്, അല്ലെങ്കിൽ സാക്ക പോലുള്ള കളിക്കാരൻ, അതും സാക്ക കഴിഞ്ഞ ലോകകപ്പിലൊക്കെ പെർഫോം ചെയ്ത് നമ്മൾ ഇംഗ്ലണ്ട് ടീമിലെ 3 മാറ്റവുമായിട്ടാണ് അവരിറങ്ങിയത്. മധുവേക്കയ്ക്ക് പകരം മോർഗൻ റോജേഴ്സിനെയാണ് കൊണ്ടുവന്നത്. നിക്കോ റെയിലിക്ക് പകരം ജൈഡ് സ്പെൻസ് വരുന്നു. എസ്രൈ കോൺസയ്ക്ക് പകരം റീസ് ജെയിംസ് വരുന്നു. പക്ഷേ റീസ് ജെയിംസ് കുറച്ച് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കളിയിൽ. വിങ്ങിലൂടെ അദ്ദേഹം കയറി പലതവണ ത്രെട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇംഗ്ലണ്ടിന്റെ സെലക്ഷനിൽ പിഴച്ചു പോകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ കാണുന്നുണ്ട്. അല്ല, ഇംഗ്ലണ്ട് പിന്നെ തുടക്കത്തിൽ രണ്ട് കൂട്ടർ ഏതാണ്ട് ഒരു ഫസ്റ്റ് ഹാഫ് എന്നുള്ളത് ഫൈറ്റ് ഹാഫ് ആയിരുന്നു. ജയേഷൻ നമ്മൾ കളി കാണുന്നതിന്റെ ജയേഷൻ കമന്റ് ആയിരുന്നു ഫൈറ്റ് ഹാഫ് എന്നുള്ളത്, ഏതാണ്ട് ആ ഒരു രീതിയിലായിരുന്നു. അതില് പിന്നെ ഇവരുടെ പിന്നെ പരുക്കൻ കളികൾ, രണ്ടു കൂട്ടരും നല്ല പരുക്കൻ കളിയായിരുന്നു കാഴ്ചവെച്ചത്. ആ സമയത്ത് പിന്നെ ബെല്ലിങ്ങാമും അതുപോലെ തന്നെ ഈ എതിർ കളിക്കാരൊക്കെ കൃത്യമായിട്ടും ഫൗളുകൾ ഉണ്ടായിരുന്നു. പലപ്പോഴും അത് കളിയുടെ അപ്പുറത്തേക്ക് മാറുന്നൊരു കാഴ്ച കണ്ടു. ആ ഇടക്കാണ് മെസ്സിയെ ഫൗൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നത്. മെസ്സിയെ ഫൗൾ ചെയ്തപ്പം ബാക്കി പിന്നെ നമ്മളത് ചർച്ച ചെയ്യുകയും ചെയ്തു. കാരണം ബെല്ലിങ്ങാമിനെ പുറത്ത് ഫൗൾ ചെയ്തപ്പോൾ അവിടെ കാർഡോ മറ്റോ ഒന്നും റഫറി കൊടുത്തിരുന്നില്ല. ആരും അടുത്ത് പോലും വന്നിരുന്നില്ല. ആരും ചോദിക്കുന്നില്ല. ടീമിലെ സഹകളിക്കാർ പോലും ചോദിക്കുന്നില്ല. മെസ്സി ഒന്ന് വീഴുമ്പോഴേക്കും പിന്നെ അതായത് ഒരു നായകൻ വീണു എന്ന രീതിയിലേക്ക് വരുന്നു. കളിക്കാരൊക്കെ ഒന്നിച്ചു കൂടുന്നു. അവിടെ അവർക്കൊരു യൂണിറ്റി കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അർജന്റീന എന്ത് സംഭവിച്ചാലും ഞങ്ങൾ മെസ്സിക്ക് വേണ്ടി ഇത് വിജയിക്കുമെന്നുള്ള ആ ഒരു മോട്ടോ, അവരുടെ ഒരു പോരാട്ട വീര്യം നമ്മൾ കണ്ടു. അപ്പോൾ ഈ മത്സരത്തിന്റെ തൊട്ട് മുമ്പ് ഞാൻ ഇങ്ങനെ ഇംഗ്ലണ്ട് കളിക്കാരുടെ അവരെന്തൊക്കെയാണ് പറഞ്ഞിരുന്നതെന്ന് എന്നുള്ളപ്പം ബെല്ലിങ്ങാം പറഞ്ഞിരിക്കുന്നത് അർജന്റീന ദേ ആർ ജസ്റ്റ് നോർമൽ ടീം, വി ആർ ബെറ്റർ ദാൻ ദം ഇൻ ടേംസ് ഓഫ് എവറിത്തിങ് എന്നാണ് ബെല്ലിങ്ങാം പറഞ്ഞിരിക്കുന്നത്. ജോൺ ടെറി പറഞ്ഞിരിക്കുന്നത് അർജന്റീന ഡസൻറ്റ് വറി മീ, ഐ ഡോണ്ട് ലുക്ക് അറ്റ് അർജന്റീന ആൻഡ് തിങ്ക് ദേ ആർ ബെറ്റർ ദാൻ അസ്, പ്ലെയർ ടു പ്ലെയർ വി ആർ ബെറ്റർ ദാൻ അർജന്റീന എന്നാണ് ജോൺ ടെറി എന്ന മുൻ നായകൻ പറഞ്ഞിരിക്കുന്നത്. ജോക്കോൾ പറഞ്ഞിരിക്കുന്നത് വി വിൽ ഡെഫിനറ്റ്ലി ഡിഫീറ്റ് അർജന്റീന വിത്ത് ഹ്യൂജ് മാർജിൻ എന്ന രീതിയിലാണ്. ടുഷേലും അർജന്റീന എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ പറഞ്ഞിട്ട് ദേ ആർ നോട്ട് ആസ് മച്ച് ഗുഡ് ആസ് അസ്, വി വിൽ ഗിവ് ദം എ ഗുഡ് ഫൈറ്റ് എന്നാണ്. ഡേവിഡ് ബെക്കാം മാത്രമാണ് ചെറുതായിട്ടൊന്ന് നമുക്കറിയാം ഇന്നലെ എന്ത് ചെയ്യണമെന്നറിയാതെ ഗാലറിയിൽ ഇങ്ങനെ പകച്ചിരിക്കുകയായിരുന്നു. അത് ഗോൾ വേണ്ടപ്പോൾ അദ്ദേഹം ആഘോഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും മെസ്സിയുടെ കൊണ്ട് ബെക്കാമിന്റെ പ്രസ്താവനയും വളരെ രസകരമായിരുന്നു. അർജന്റീന ദേ ആർ ഓൺലി ഗുഡ് ബിക്കോസ് ദേ ഹാവ് മെസ്സി, ഐ ഹോപ്പ് ഇംഗ്ലണ്ട് ഗോസ് ടു ദ ഫൈനൽ എന്നാണ് ബെക്കാം പറഞ്ഞത്. അതിന്റെ തുടർച്ചയായിട്ട് ഞാൻ വേണമെങ്കിൽ പറയാം. അയാളുടെ പേര് ലയണൽ മെസ്സി എന്ന് പറഞ്ഞിട്ട് ആരാധക കൂട്ടം ആ കണക്കുകൾ പുറത്തു വിടുന്നുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ 9 ഡ്രിബിൾസ് ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു മാച്ചിലെ ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ്. 7 ടച്ചസ് ഓപ്പോസിറ്റ് ബോക്സിൽ മെസ്സി നടത്തുന്നുണ്ട്, മോസ്റ്റ് ഇൻ എ മാച്ച്. 6 പാസസ് ഫൈനൽ തേർഡിൽ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. 4 ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 2 റിക്കവറി ചെയ്യുന്നുണ്ട്. 2 അസിസ്റ്റ് കൊടുക്കുന്നുണ്ട്. 39 വയസ്സുകാരനാണ്. ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ 5.7 മൈൽസ് അദ്ദേഹം ഓടുന്നുണ്ട്. അതായത് എക്സ്ട്രാ ടൈമിലേക്ക് പോകാതെ നോർമൽ ടൈമിൽ ഏറ്റവും കൂടുതൽ മെസ്സി ഓടിയ ദൂരമാണത്. പിന്നെ അത് മറ്റേ ഇനി കളിയിലേക്ക് വരികയാണെങ്കിൽ, മൊത്തം സ്റ്റാറ്റിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ 8 ഗോള്. അതിനുശേഷം അദ്ദേഹം മെസ്സി ഗോൾ അടിക്കാത്ത 2 കളികളാണ്. പക്ഷേ അദ്ദേഹം 4 അസിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു. ആ 2 കളിയിലും ഗോളിന് വഴിയൊരുക്കുന്നു. ഇംഗ്ലണ്ടിൽ പിഴച്ചത് അവിടെ തന്നെയാണ്. കാരണം മെസ്സി ഉള്ള ഒരു ടീമിനെതിരെ അവർ ഈ ബസ് പാർക്കിംഗ് തന്ത്രവും ആ കിട്ടിയ ലീഡിൽ പിടിച്ചു തൂങ്ങുക എന്നുള്ള ഒരു സിറ്റുവേഷൻ, അതായത് അറ്റാക്ക് ചെയ്ത് കളിച്ചത്. ഇപ്പോ തൊട്ട് മുമ്പത്തെ ആദ്യത്തെ സെമിയെങ്കിലും അതൊരു പാഠമൊക്കെ ആയിരുന്നു. കഴിഞ്ഞ 2 ഗോളിന്റെ വ്യക്തമായ കുഷ്യനുണ്ട് സ്പെയിനിന്. പക്ഷെ എന്നിട്ടും സ്പെയിൻ ഒരിക്കലും ഡിഫൻസിലേക്ക് പോകുന്നില്ല. പ്രത്യേകിച്ച് അവിടെ നിന്ന് വിങ് ബാക്സിനൊക്കെ അവിടെ അടങ്ങി നിൽക്കായിരുന്നു. പക്ഷെ ബെഡ്രോബോറയും കുക്കുറയും ഓടി കളിക്കുകയാണ് 2 ഗോൾ ലീഡിലും. ഇഞ്ചുറി ടൈമിൽ പോലും അറ്റാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അറ്റാക്ക് ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് ടീം ഒന്ന് ഡിഫൻസിലേക്ക് പോകും. 2 ഗോൾ മാർജിനൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് 3 ആകുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഒരു 55 മിനിറ്റ് ലീഡ് കിട്ടിയിട്ട് ഇപ്പോൾ അർജന്റീനയ്ക്ക് ഏറ്റവും വലിയ ഗുണം കിട്ടിയതാണ്. കാരണം ഒരുപാട് സമയമുണ്ടായിരുന്നു. അതായത് ഒരു 35 മിനിറ്റോളം നിശ്ചിത സമയം തന്നെ അർജന്റീനയ്ക്ക് ബാക്കിയുണ്ട്. അർജന്റീനയ്ക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രേഷൻ ബ്രേക്കും കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് 5-6 മിനിറ്റിന് ശേഷം ഒരു 50 മിനിറ്റിന് ശേഷം ഒരു 10 മിനിറ്റ് അർജന്റീനയ്ക്ക് കിട്ടിയാൽ മതി ഗോൾ അടിക്കാൻ എന്നുള്ളതാണ്. ഇത്രയും സമയം ഉണ്ടായിട്ടാണ് അവർ ആ രീതിയിൽ ബസ് പാർക്കിൽ ഇംഗ്ലണ്ടും തുഷേലൊക്കെ ഇല്ല. ജസ്റ്റ് ഈജിപ്തിനെതിരെയുള്ള മത്സരത്തിന്റെ ഹൈലൈറ്റ്സ് എങ്കിലും കാണണമായിരുന്നു. അതായത് അന്ന് 2 ഗോളിനായിരുന്നു പിന്നിലുണ്ടായിരുന്നത്. അർജന്റീന ഒരിക്കലും ഇപ്പം 55 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും 40 മിനിറ്റോളം, അതായത് കളിയുടെ ഏതാണ്ട് അത്രയും തന്നെ സമയം ബാക്കിയുണ്ട്. അപ്പോൾ ഇവർ മൊത്തം ഡിഫൻസിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതായത് ഒരു ഘട്ടത്തിൽ അർജന്റീനയുടെ ഏത് സമയം ഗോൾ ഉണ്ടാവും എന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. എത്രയോ ഷോട്ടുകൾ ഗോൾ പോസ്റ്റിലൊക്കെ അടിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അർജന്റീന വരുത്തിയ മാറ്റങ്ങളും അവർ കൃത്യമായി അറ്റാക്ക് ചെയ്യുന്ന പ്ലേയേഴ്സിനെ തന്നെ തിരിച്ചെടുത്തപ്പം ഈ ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിട്ടപ്പം തുഷേൽ മൊത്തം എന്താ പറയുക, അവർ കുറച്ച് കൂടുതൽ ഭയന്നു എന്ന രീതിയിലാണ്. അർജന്റീനയെ ഒരുപാട് ഭയന്ന് അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളൊക്കെ പിന്നെ ഫലിക്കാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഈ അന്ധവിശ്വാസങ്ങൾ ഫലിക്കുന്നുണ്ടോ? കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ അർജന്റീന അവരുടെ എവേ ജേഴ്സി
അണിഞ്ഞുകൊണ്ടാണ് ഇംഗ്ലണ്ടിനെതിരെ കളിക്കാൻ. അതായത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മുമ്പ് ഇംഗ്ലണ്ടിനെ നേരിട്ടപ്പോൾ ജയിക്കാൻ കാരണം എവേ ജേഴ്സി ആയിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ഉം. താരങ്ങൾ പൊതുവെ വലിയ വിശ്വാസികളായിരിക്കും. അവർ പല കാര്യത്തിലും അവർക്കൊരു നിഷ്ഠയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഡിസ്റ്റർബ്ഡ് ആകുന്ന പല താരങ്ങളുടെയും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ധൈര്യമായിരിക്കും അവർക്ക്. ഉറപ്പായിട്ടും മറഡോണയുടെ ഒരു സാധനം ഒക്കെ അവരുടെ മനസ്സിൽ ഉറപ്പായിട്ടും കയറി വന്നിട്ടുണ്ടാവും. അതിന്റെ പുറത്തായിരിക്കും അത്തരത്തിലൊരു ഇന്നലെ വേറൊരു അന്ധവിശ്വാസം കൂടി വാർത്തയായിരുന്നു. അതായത് അർജന്റീനയിൽ പ്രചാരത്തിലുള്ള അവരൊരു നാഷണൽ അന്ധവിശ്വാസം എന്നുള്ള രീതിയിൽ പ്രചാരത്തിലുള്ള ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. അതായത് എതിർ കളിക്കാർ ആരാണോ ഉള്ളത് അവരുടെ ഫോട്ടോയോ സ്റ്റിക്കറോ അങ്ങനെ അത് മത്സരത്തിന്റെ തൊട്ട് മുമ്പ് തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലേയേഴ്സിന്റെ ഫോട്ടോയും മറ്റുമൊക്കെ ചെയ്ത് ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ കൊണ്ടിടും. അങ്ങനെ ഈ അർജന്റീനയിൽ ഒരുപാട് ഫ്രീസറുകൾ അപ്പൊ ഇന്നലെ ഫ്രീസർ കയറിയത് കെയ്നും ബെല്ലിംഗാമും ഒക്കെ ആയിരിക്കും. ഇന്നലെ അർജന്റീനയിൽ ഒരുപാട് ഫ്രീസറുകളിൽ ബെല്ലിംഗാമിന്റെയും കെയ്നിന്റെയും ഒക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതാണ് സെക്കൻഡ് ഹാഫിൽ അവർ തണുത്തുറഞ്ഞു പോയത് അല്ലേ. അപ്പോൾ എന്തായാലും ഫൈനലിലേക്ക് അർജന്റീന വരുന്ന ഘട്ടത്തിൽ നമുക്ക് വീണ്ടും ആ ചോദ്യം പ്രസക്തമാണ്. ഫിഫ ഇടപെട്ട് അർജന്റീന ജയിപ്പിക്കുന്നു എന്നുള്ള വാദം അത് ഇന്നലെ കൂടി അത് ശക്തമായിരുന്നു. കാരണം അർജന്റീനയുടെ വിജയങ്ങളിൽ നിർണായക സാന്നിധ്യമായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ മത്സരങ്ങൾ നിയന്ത്രിച്ചിരുന്ന റഫറിയാണ് ഇന്നലത്തെ മത്സരം നിയന്ത്രിച്ചത്. പക്ഷേ ആ വാദങ്ങളൊക്കെ പൊളിക്കുന്ന തരത്തിൽ അദ്ദേഹം തന്നെ ആദ്യം അർജന്റീനയ്ക്ക് കാർഡ് കൊടുക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടു. ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്ന കാഴ്ച കണ്ടു. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും ഈ അർജന്റീന വിരോധികൾ ഇതിനെ ഈ ഒരു ഇന്നലത്തെ ഒരു മത്സരത്തെ എങ്ങനെയായിരിക്കും ന്യായീകരിക്കാൻ ശ്രമിക്കുക MSK? അർജന്റീന വിരോധികൾ ന്യായീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അർജന്റീന നന്നായിട്ട് കളിക്കുമ്പോൾ അർജന്റീന ജയിക്കുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെയുള്ളത് അല്ല ക്ലാസ്സിലെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഇതാണ്, ക്ലാസ്സിലെ ഏറ്റവും നല്ല കുട്ടിക്ക് എപ്പോഴും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. അത് അദ്ദേഹം പഠിക്കുന്നത് കൊണ്ട് കൂടിയാണെന്നുള്ളൊരു സത്യം ശരിയാണ്. ഇപ്പം അർജന്റീനയുടെ മത്സരങ്ങളിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ തന്നെ എത്ര ഇല്ല എന്ന് പറയുകയാണെങ്കിലും അവിടെ കൃത്യമായിട്ടും നമ്മൾ കളി കാണുന്നവർക്ക് അറിയാം കൃത്യമായിട്ടും അർജന്റീന പല തീരുമാനങ്ങളും അനുകൂലമായിട്ട് നിൽക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ നിൽക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓരോരു എതിർ ടീമിന്റെ ഒരു മുന്നേറ്റം ഉണ്ടാകുമ്പോഴും റഫറിയുടെ വിസിൽ എവിടുന്നോ മുഴങ്ങുന്നു, അവിടെ കളി സ്റ്റോപ്പ് ആവുന്നു. അത് നമ്മൾ ഈജിപ്തിനെതിരെയുള്ള കളിയിൽ കണ്ടിട്ടുണ്ട്, സ്വിറ്റ്സർലാൻഡിനെതിരെയുള്ള കളിയിൽ കണ്ടിട്ടുണ്ട്. പല തീരുമാനങ്ങളും വിവാദമാവുന്നു. ഒരുപക്ഷെ നമ്മൾ അത്രയും ശ്രദ്ധയോടെ കാണുന്ന മത്സരങ്ങൾ അർജന്റീനയുടേതായത് കൊണ്ട് കൂടിയായിരിക്കാം നമുക്ക് തോന്നുന്നത്. മേ ബി അതിനൊരു പ്രധാന കാരണമായി പറയുന്നത് അർജന്റീന എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണല്ലോ ലോക ഫുട്ബോളിൽ. അവിടെ മെസ്സി എന്ന് പറയുന്നതും അല്ലെങ്കിൽ മുമ്പ് മറഡോണ എന്നുണ്ടായിരുന്നതും ഒരു വലിയ സാന്നിധ്യമായിട്ട് അവിടെയുണ്ട്. അപ്പോൾ അവരെ എതിർക്കുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ അവരുടെ ടീം തോറ്റു എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് കണ്ടെത്താൻ കഴിയുന്ന ഒരു ന്യായമാണ് അവരെ ജയിപ്പിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു മിത്തായിരിക്കും പിന്തുടർന്നത്, അന്നും തുടർന്നത്, ഇന്നും തുടരാനുള്ള കാരണമെന്ന് തോന്നുന്നു. അല്ല, നമ്മളൊരു അണ്ടർഡോഗ് സ്റ്റോറി, അണ്ടർഡോഗ്സിനെ എപ്പോഴും നമുക്ക് ഇഷ്ടമാണ്. അതായത് നമ്മളൊരു കാലത്ത് പെലെയുടെ ബ്രസീൽ അത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുട്ബോൾ ശക്തിയായിരുന്നു. ബ്രസീൽ കളിച്ചിരുന്ന ഒരു അപ്രമാദിത്തോടെ കളിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എവിടെ നോക്കിയാലും ബ്രസീലിന്റെ വിജയങ്ങളും മറ്റുമൊക്കെ കാണുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അത്രയും ശക്തമായി കളിച്ചിരുന്ന ഒരു സമയത്താണ് ഒരു കുറിയ മനുഷ്യൻ മറഡോണ വരുന്നത്. അത് മറഡോണയ്ക്ക് ശേഷം അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ നമ്മൾ കണ്ടു. അർജന്റീന ടീമിനെ അദ്ദേഹം കൃത്യമായിട്ടും പ്ലേസ് ചെയ്യപ്പെട്ടു. മറഡോണയുടെ കളികൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ആ സമയത്ത് അണ്ടർഡോഗ്സ് ആയിരുന്ന അർജന്റീനയെ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അർജന്റീന പതുക്കെ മറഡോണയുടെ കീഴിൽ ഒരു വലിയൊരു ടീമായിട്ട്, അതായത് കേരളത്തിലടക്കം എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന്റെ ചലനങ്ങൾ, അദ്ദേഹത്തിന്റെ മൂവ്മെന്റുകൾ, അദ്ദേഹത്തിന്റെ ഗോളുകൾ, അതൊക്കെ അർജന്റീനയോടുള്ള ഇഷ്ടം മലയാളിക്കും അതുപോലെ ലോകമെങ്ങും ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മറഡോണയുടെ സാന്നിധ്യമായിരുന്നു ഒരു ഘട്ടത്തിൽ. പിന്നെ അതിനുശേഷമുള്ള കാലം മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് അവസാനം ഈ ഒരു ജനറേഷനിൽ മെസ്സി എന്ന ഇതിനിടയിൽ ബാറ്റിസ്റ്റൂട്ടയും വരുന്നുണ്ട്, അങ്ങനെ കനീജിയ വരുന്നുണ്ട്. അങ്ങനെ ആഘോഷിക്കാനായിട്ടുള്ള അർജന്റീന ഫാൻസിന് പിന്തുടർച്ചയായിട്ട് ആഘോഷിക്കാൻ ആ സമയത്ത് കപ്പ് ഉണ്ടായിരുന്നില്ല. അതായത് മറഡോണയ്ക്ക് ശേഷം ഒരു കപ്പ് ഉണ്ടാവാതിരുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും എങ്ങനെ ഉണ്ട്, അതായത് നമ്മൾ ആ കാലത്ത് ജനറേഷൻ കണ്ട മറഡോണയുടെ ഒരു അർജന്റീനയുണ്ട്. അതിനുശേഷം കപ്പില്ലാത്ത സമയത്ത് വലിയ രീതിയിൽ തന്നെ അർജന്റീന ആരാധകരൊക്കെ ദുഃഖിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. പിന്നെ അവരെപ്പോഴും പ്രതീക്ഷയുള്ളത് മെസ്സി വന്ന ഈ കഴിഞ്ഞ 20 കൊല്ലത്തോളം മെസ്സിയിൽ വല്ലാതെ പ്രതീക്ഷ അർപ്പിച്ച ഒരു ജനറേഷനായിരുന്നു. അവസാനം കഴിഞ്ഞ ലോകകപ്പ് അവർക്ക് ലഭിച്ചു. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ റഫറിയുടെ തീരുമാനങ്ങൾ ഈ വലിയ ടീമുകൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതായത് പല മത്സരങ്ങളിലും നമ്മളത് കണ്ടിട്ടുണ്ട്. എത്ര ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്ന് തൊട്ടു നോക്കൂ ജയേഷ് ഉണ്ടാവും.
ഒരു പക്ഷേ തീർച്ചയായിട്ടും അതായത് മുമ്പ് ഒരു റഫറിയുടെ പിഴവിൽ ഒരു മത്സരം നിർണ്ണയിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇത്തവണ അദ്ദേഹത്തെ സഹായിക്കാൻ നിരവധി ക്യാമറ കണ്ണുകൾ കൂടിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആരോപണങ്ങൾ ഒരളവോളം നമുക്ക് പണം നൽകി അങ്ങനെ ഒരു ആരോപണം പണം നൽകി എന്നുള്ളതല്ല, കളിയിൽ പക്ഷേ എപ്പോഴും മിസ്റ്റേക്ക് വരുത്താതുകൊണ്ട് മാനുഷിക പിഴവുകൾ അവിടെ വരാം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മത്സരത്തിലേക്ക് പോകണമല്ലോ. ഞായറാഴ്ച വൈകുന്നേരം രാത്രി അർദ്ധരാത്രി എന്ത് സംഭവിക്കും എന്നുള്ളതാണല്ലോ പ്രധാനം. അതായത് ഫ്രാൻസിനെ പൂട്ടിയിട്ടുള്ള സ്പെയിൻ ഒരു ഗംഭീര കളി അവിടെ കളിച്ചു വെച്ചിട്ടുണ്ട്, എങ്ങനെ കളിക്കണമെന്നുള്ള കാര്യം. ഇന്നലെ അർജന്റീന അതിലും മികച്ച രീതിയിൽ ഒരു ടാക്ടിക്സ് കളിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അർജന്റീന വേഴ്സസ് സ്പെയിൻ എന്ന് പറയുമ്പോൾ ഫൈനലിസമാണ്, രണ്ട് ഭൂഖണ്ഡങ്ങളുടെ രാജാക്കന്മാരെ ഏറ്റുമുട്ടാൻ പോകുന്ന ഒരു മത്സരമാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രഡിക്ഷന് അവിടെ സ്കോപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും സ്പെയിൻ അർജന്റീന നേടാൻ പോകുക, ഒരു സാധ്യത എങ്ങനെയായിരിക്കും? ഒരു പ്രായോഗിക ഫുട്ബോളും ഇപ്പുറത്തേക്ക് വരുമ്പോൾ കുറെ കൂടി ഒരു ആവേശത്തിന് പുറത്ത് കളിക്കുന്ന ഒരു ടീമും തമ്മിലുള്ള ഒരു മാച്ച് ആയിരിക്കും. ഇപ്പോൾ അർജന്റീനയ്ക്ക് ഇതത്ര ഈസി ആയിരിക്കില്ല. പറഞ്ഞ പോലെ അവസാന നിമിഷം വന്ന് ഒരു ആവേശം ഉണ്ടാക്കി കളിക്കുന്ന രീതിയിൽ അത്ര ഈസി ആയിരിക്കണം എന്നില്ല സ്പെയിനെതിരെ ഉള്ളത്. കാരണം സ്പെയിൻ പറഞ്ഞ പോലെ ഒരു പ്രായോഗിക രീതിയിൽ തന്നെയാണ് കളിക്കുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഫ്രാൻസിനെതിരെ ആണെങ്കിൽ പോലും 2 ഗോൾ കുഷൻ കിട്ടിയിട്ട് പോലും അവര് കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കുന്നു. ഒരു തരത്തിലും ഡിഫൻസിലേക്ക് പോകുന്നില്ല. അപ്പൊ അർജന്റീനയിലേക്ക് നോക്കുമ്പോൾ കേപ്പ് വെർഡെ ആയാലും ഈജിപ്ത് ആയാലും സ്വിറ്റ്സർലൻഡ് ബ്രീസംബോളോ റെഡ് കിട്ടി ഒരാൾ കുറഞ്ഞൊരു സാഹചര്യം വന്നു. അവരാണെങ്കിലും ഇന്നലെ ഇംഗ്ലണ്ട് ആണെങ്കിലും ഡിഫൻസീവ് മോഡിലേക്ക് പോയതോടുകൂടിയാണ് അർജന്റീന കുറെ കൂടി ഒഫൻസീവായി കളിച്ചതും അർജന്റീനയ്ക്കൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രൗണ്ടിന്റെ ഒരു ഭൂരിപക്ഷം ഗ്രൗണ്ട് അവർക്ക് കിട്ടുകയും ഓർഗനൈസായി കളിക്കുകയും ഒപ്പം തന്നെ ലയണൽ മെസ്സിയുടെ സാന്നിധ്യം കൂടി വന്നപ്പോഴാണ് അവിടെ എല്ലാം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വന്നത്. സ്പെയിനെതിരെ അത് കിട്ടണമെന്നില്ല. ഒന്ന്, സ്പേസ് അർജന്റീനയ്ക്ക് കൊടുക്കില്ല, ബോളും പ്രതീക്ഷിച്ച രീതിയിൽ കൊടുക്കില്ല. പിന്നെ അർജന്റീന ഇപ്പോൾ കുറെ കൂടി ഇപ്പോൾ ഒരു കഴിഞ്ഞ 2-3 മത്സരമായിട്ട് കുറെ കൂടി ഫിസിക്കൽ ഗെയിം അർജന്റീന കളിക്കുന്നുണ്ട്. ആ രീതിയിൽ ഫിസിക്കൽ ഗെയിം കളിക്കുമ്പോൾ എതിരെ, പക്ഷേ അത് ഫ്രാൻസ് ആണെങ്കിലും ഫിസിക്കൽ ഗെയിം അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ടീമായിരുന്നു. ഇപ്പോൾ റാബിയോട്ട് ഉൾപ്പെടെയുള്ളവർ നമ്മൾ ബോഡിയിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് ആയിരുന്നു. പക്ഷേ അവർക്ക് കിട്ടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ബോള് കിട്ടില്ല എന്നുള്ളതായിരിക്കും ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ സിറ്റ് ബാക്ക് ചെയ്ത് കൗണ്ടർ ചെയ്ത് കളിക്കുക എന്നുള്ള രീതിയിലേക്കായിരിക്കും ഒരു പക്ഷേ പോകാൻ സാധ്യത. അപ്പോഴും നമ്മൾ പറയുന്നത് ഈ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു ഘടകം ലയണൽ മെസ്സിയുടെ ഒരു സാന്നിധ്യമാണ്. അദ്ദേഹം എങ്ങനെ വർക്കാവുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ ഒരു ഫൈനൽ മാച്ച് എന്ന് പറയുന്നത്. കൗതുകമുള്ളത്, ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ലമീൻ യമാൽ വേഴ്സസ് മെസ്സി. നമ്മളൊരു ഫൈനലിസിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഖത്തറിലേക്ക് ടിക്കറ്റ് വരെ എടുത്തിരുന്നു പോകാൻ വേണ്ടിയിട്ട്, പക്ഷെ അത് കാണാൻ കഴിഞ്ഞില്ല. ആ ഫൈനലിസിമയുടെ ഒരു നമ്മൾ പ്രതീക്ഷിച്ച ഒരു മാച്ച്, യമാൽ വേഴ്സസ് മെസ്സി മാച്ച്. യമാൽ തൻ്റെ ഐഡലായ മെസ്സിക്കെതിരെ കളിക്കാൻ പോകുന്നുള്ളതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട്. മെസ്സി, അതായത് യമാലിന്റെ അച്ഛനേക്കാൾ പ്രായമുള്ള മെസ്സി ഏത് രീതിയിലായിരിക്കും അവിടെ അവർക്കെതിരെ കളിക്കുക എന്നുള്ളതിന് പറഞ്ഞ ഉപമയില്ലേ, സിനിമയിൽ ഉപമ തന്നെ ഉപയോഗിക്കാം. മൈക്കിളപ്പനും അതെ ആ രീതിയിൽ എങ്ങനെയായിരിക്കും കളിക്കുക എന്നുള്ളത്. കാരണം സ്പാനിഷ് താരങ്ങളെല്ലാം വലിയ രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നൊരു താരമാണ് മെസ്സി എന്ന് പറയുന്നത്. മെസ്സിക്ക് സ്പാനിഷ് പൗരത്വം കൊടുത്തുകൊണ്ട് സ്പെയിന് വേണ്ടിയിട്ട് കളിക്കണമെന്ന് മെസ്സിയോട് റിക്വസ്റ്റ് ചെയ്തൊരു രാജ്യമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു കൗതുകം കൂടി അവിടെ അതിനകത്തുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിന്റെ ഏറിയ പങ്കും ചെലവഴിച്ചൊരു നാടാണല്ലോ സ്പെയിൻ. അല്ല, അതിനു മുമ്പ് എങ്ങനെയാണ് സ്പെയിൻ ജയിക്കുമോ, അത് എങ്ങനെയാണ് സാധ്യത, മെസ്സിയെ പൂട്ടുമോ എന്നുള്ളത് കൂടി ഉണ്ടല്ലോ. അല്ല, സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്പെയിനിൽ യമാലിനെ പോലുള്ള താരങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ കൂടിയും നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു ആകത്തുക അതാണ്. അവർ കളിക്കുന്നത് മെസ്സിക്ക് വേണ്ടിയാണ്. ഏത് സമയത്തും ഗോതം സിറ്റി അപകടത്തിലാവുമ്പം ബാറ്റ്മാൻ ഇറങ്ങി വരുന്ന അർജന്റീനക്കാർക്ക് അറിയാം. അത് നമ്മൾ എല്ലാ മത്സരങ്ങളിലും കണ്ടു. കഴിഞ്ഞ 3 മത്സരങ്ങളിലും ആ രീതിയിൽ തന്നെ കണ്ടു. അപ്പം ആ ഒരു ആവേശത്തിൽ കളിക്കുകയാണെങ്കിൽ ആ ഒരു ആവേശം ഫൈനലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ ഒരു ഡ്രീം എന്നുള്ളത് മെസ്സിക്കൊരു കപ്പ് എന്ന രീതിയിൽ തന്നെയാണ് അർജന്റീനൻ ആരാധകരുടെയും അർജന്റീനൻ പ്ലേയേഴ്സിൻ്റെയൊക്കെ രീതി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർക്കാണ് സ്പെയിനേക്കാളും കൃത്യമായിട്ടുള്ള ഒരു വിഷനും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു മോട്ടോയൊക്കെ ഉള്ളത് അർജന്റീനക്കാണ്. അപ്പം മെസ്സി അവിടെ ഉള്ള സമയത്ത് പിന്നെ ഈ കഴിഞ്ഞ 3 മത്സരത്തിലും ഇത്രയും ആവേശത്തോടെ അവർ കളിച്ചിട്ടുണ്ടെങ്കിൽ ഫൈനലിലെ ആവേശം എത്രത്തോളം മുകളിലായിരിക്കും. അപ്പോൾ സ്പെയിനിന് പൂട്ടാനുള്ള എല്ലാ
മരുന്നുകളും അർജന്റീനക്കൊപ്പം ഉണ്ട്. അർജന്റീന ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സ്പെയിനിന്റെ ടോട്ടൽ ഫുട്ബോളിനേക്കാളും അർജന്റീന ഫാൻസ് ഇപ്പൊ നെഞ്ചിൽ തീർച്ചയായിട്ടും. സ്പെയിനിന്റെ സപ്പോർട്ട് ചെയ്തു സ്പെയിനിന്റെ കുപ്പായം കൂടുതലായിട്ട് വിറ്റഴിക്കപ്പെടാൻ തുടങ്ങിയിട്ടുള്ളതാണ് മാർക്കറ്റിൽ നിന്നുള്ള റിപ്പോർട്ട്. എങ്കിലും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്റെ കാര്യം കൂടെ പറയുകയാണെങ്കിൽ കേപ്പുറത്തേക്കെതിരെ കഴിഞ്ഞ മത്സരം ഞാൻ 2-1 പറഞ്ഞിരുന്നു. ഇതേ വേദിയിൽ പറഞ്ഞിരുന്നു അത് അർജന്റീന ജയിച്ചു കേട്ടോ, സന്തോഷമുണ്ട്. അപ്പൊ അതെ, അപ്പം ഈ മത്സരത്തേക്ക് കേപ്പുറത്തേക്കെതിരായ മത്സരത്തിന് ശേഷം അർജന്റീന കളിക്കുന്ന കളി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നു ചാമ്പ്യൻ മെന്റാലിറ്റിയുള്ള കളിയാണ്. ഒരു ഘട്ടത്തിലും സമ്മർദ്ദത്തിന് അനുഭവപ്പെടുന്നില്ല. അത് ഈജിപ്തിനെതിരെ കണ്ടു. ഈജിപ്റ്റ് വരുമ്പോൾ നമ്മൾ വിചാരിച്ചത് ഈജിപ്റ്റ് മറികടക്കും, മെസ്സിയെ പൂട്ടുന്നതായിരുന്നു. അത് നടന്നില്ല. അതിനുശേഷം സ്വിറ്റ്സർലൻഡ് വരുന്നു, അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ വാദങ്ങൾ ഉയരുന്നു, മെസ്സിയെ പൂട്ടും, നടക്കുന്നില്ല. പിന്നെ ഏറ്റവും വലിയ എതിരാളി അർജന്റീന നേരിടാൻ പോകുന്ന മത്സരമായിരിക്കും ഇംഗ്ലണ്ടിനെതിരെ എന്ന് പറയുന്നു. ഇംഗ്ലണ്ട് നിഷ്പ്രഭരാകുന്നു. സ്വാഭാവികമായിട്ടും ഫൈനലിലേക്ക് വരുമ്പോൾ ആ കാരണം കൊണ്ട് മാത്രം സ്പെയിനിന് മുകളിൽ അർജന്റീനയെ പ്രതിഷ്ഠിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അതിനൊരു കാരണം മെസ്സി എന്നുള്ള അമാനുഷികൻ തന്നെയെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ മത്സരം നമ്മൾ രണ്ടുപേരും അർജന്റീനക്ക് സപ്പോർട്ട് അർജന്റീനയ്ക്കൊപ്പമാണ്. സ്പെയിന് സപ്പോർട്ട് ആയിരുന്നു. ഏറെക്കുറെ, കാരണം ദേശത്തിന്റെ ഉള്ളിൽ സ്പെയിൻ ഉണ്ട്. അതായത് തലച്ചോറ് പറയുന്നു സ്പെയിൻ തലച്ചോറ് നിങ്ങൾ ഹൃദയം പറയുന്നു അർജന്റീന ജയിക്കുമെന്ന്. അല്ലാതെ കൺഫ്യൂഷൻ. അപ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷം ഉള്ള, കാരണം ഗംഭീരമായിട്ടൊരു മത്സരം കണ്ടതിന്റെ ആവശ്യത്തിൽ കൂടിയാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അർജന്റീന ആ ഫൈനലിൽ ഇനിയിപ്പോ മെസ്സി കപ്പ് ഉയർത്തിയാലും യമാൽ കപ്പ് ഉയർത്തിയാലും ഇപ്പൊ സന്തോഷം, ഒരു സന്തോഷമുള്ള കാര്യം. അതെ, നിരാശ അർജന്റീന ആരാധനെ സംബന്ധിച്ച് നിരാശപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം അവരുടെ 30 വർഷത്തിലേറെ നീണ്ട കാത്തിരിപ്പ് കഴിഞ്ഞ 2022 അവസാനിച്ചതാണ്. അതായത് ഈ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് എല്ലാ അർജന്റീനക്കാരോട് ചോദിച്ചാലും ഇത്തവണ ഇനിയിപ്പോ ക്വാർട്ടറിലൊന്നും പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിലും അർജന്റീനക്കാർ ആഗ്രഹിച്ചത് ഈ ഫൈനൽ വരെയെങ്കിലും എത്തണമെന്ന് ആഗ്രഹിക്കാൻ കാരണം നേരത്തെ പറഞ്ഞ പോലുള്ള ഫിഫ ഒത്തുകളി ജയിപ്പിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ മാത്രമായിരിക്കും. ഇനിയിപ്പോൾ ഫൈനലിൽ ഒരുപക്ഷെ അർജന്റീന തോറ്റാൽ പോലും അർജന്റീന ആരാധകർ ഇത്രയധികം കണ്ട് നിരാശപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, രണ്ടാമത്തെ കപ്പും കിട്ടാനുള്ള എല്ലാ സാധ്യതയും അർജന്റീനക്ക് തന്നെയാണ് ഉള്ളത്. RCBയുടെ കേസ് തന്നെ നമ്മൾ കാണുന്നില്ലേ. RCB ഫസ്റ്റ് 17 വർഷത്തിന് ശേഷം അവർക്ക് കപ്പ് ലഭിച്ചു, വീണ്ടും അത് നിലനിർത്തി. അപ്പം ആ ഒരു സിനാരിയോ തന്നെ ആയിരിക്കും ഈ ലോകകപ്പിലും വരാൻ പോകുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഓൾറെഡി അത്രയും ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അർജന്റീന കളിക്കുന്നത്. ആ കപ്പും കൂടെ അങ്ങ് വന്നു കഴിഞ്ഞാലേ മെസ്സിക്ക് പിന്നെ ഇപ്പോ ഗോൾഡൻ വിരമിക്കാന്നല്ല, അദ്ദേഹം കളിക്കട്ടെ എന്നേ. ഇത് രസമുണ്ട് അദ്ദേഹത്തിന് കളിപ്പോഴും കാണാൻ. അദ്ദേഹം കുറച്ചും കൂടി കളിക്കട്ടെ. ഗോൾഡൻ ബൂട്ട് അടുത്ത ബാലൻഡിയർ ഒക്കെ തൂക്കാൻ പോവാണ് മൂപ്പര്. അതെ, തീർച്ചയായിട്ടും. 19 വയസ്സല്ലേ ഉള്ളൂ. ഇനിയും റൊണാൾഡോയ്ക്ക് ഇപ്പൊ 41 വയസ്സിലും കളിക്കുന്നുണ്ട്. മെസ്സിക്ക് ഒരു പ്ലേ മേക്കറായിട്ട് ഇനിയും 2-3 വർഷം കൂടി കളിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ നമ്മളെ ആനന്ദിപ്പിക്കട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ടാക്ടിക്സിൽ ഇനി കാത്തിരിക്കുന്നത് ഒരു മത്സരം ലൂസേഴ്സ് ഫൈനലാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായി ഫൈനലിൻ്റെ ആവേശവുമായി വീണ്ടും കാണാം. നമസ്കാരം.